ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കട്ടൻ വിത്ത് കുട്ടനിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ എവിടേക്കാണ് കൊണ്ടുവന്നതെന്നറിയാമോ? എൻ്റെ വീടിനടുത്തുള്ള ചെറിയൊരു പച്ചക്കറി തോട്ടത്തിലേക്കാണേ. അപ്പോൾ ഈ കാണുന്നത് നമ്മുടെ മത്തങ്ങയാണ് കേട്ടോ. ഏകദേശം ഒരു 10 കിലോ കാണുമെന്ന് തോന്നുന്നു കേട്ടോ. നീളത്തിലുള്ള മത്തങ്ങയാണിത്. കാണുന്നുണ്ടല്ലോ. പിന്നെ അത് കണ്ടോ, അതിനെനിക്ക് തോന്നുന്നൊരു ഏകദേശം ഒരു 15 കിലോ അടുപ്പിച്ച് വരുമെന്ന് തോന്നുന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വണ്ണത്തിലുള്ളതൊക്കെ കാണുന്നത്. പിന്നെ കാണുന്ന ചെറുത് ഒരു ഓറഞ്ച് കളർ കാണുന്നില്ലേ, അത് നമ്മൾ ചെറിയ റൗണ്ടിലുള്ള മത്തങ്ങയാണേ. ഇത് അതേപോലെ തന്നെ കേട്ടോ, റൗണ്ടിലുള്ളത്. ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 5 കിലോ അടുപ്പിച്ച് കാണുമെന്ന് തോന്നുന്നു. ഇത് വെച്ച് പാസ്ത ഉണ്ടാക്കും. പിന്നെ നമ്മൾ റോസ്റ്റ് ചെയ്യുക കൂടുതൽ ചെയ്യുന്നത്. നിറയെ ഉണ്ട് കേട്ടോ ഇവിടെ. കാണുന്ന ചെറിയ മത്തങ്ങയൊക്കെ എനിക്കുള്ളതാണ്. ഞാനത് പാസ്ത ഉണ്ടാക്കിയെടുക്കും. പിന്നെ കാണുന്നില്ലേ, കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. കണ്ടോ? പിന്നെ ഇതാ ഇവിടെ ഒരു ചെറുതുണ്ട് കേട്ടോ. ഒക്കെ റോസാ ചെടികളാണ്. ഇതിൻ്റെ സീസൺ കഴിഞ്ഞു. അതിനി നല്ല ഓറഞ്ച് കളർ ആകുമ്പോഴേ അതവർ പറിച്ചെടുക്കുള്ളൂ കേട്ടോ. ഇതുവഴി എല്ലാ ദിവസവും അമ്മാമ്മനെ നടത്താൻ കൊണ്ടുപോകും. കാണുന്നതൊക്കെ ഓറഞ്ച് മരം കണ്ടോ. ഇത് നമ്മൾ ജ്യൂസ് പിഴിയാനെടുക്കുന്ന ഓറഞ്ചാണ് നിൽക്കുന്നത്. ഇതും അതുപോലെ തന്നെയാണ്. ഉണ്ടോ, നിറയെ ഓറഞ്ച് മരങ്ങളാണ്. ഇത് അമ്മാമ്മയുടെ മകൻ്റെ കൃഷിത്തോട്ടമാണ് കേട്ടോ. ഇത് റോസ്മെരീന കണ്ടിട്ടുണ്ടല്ലോ. പിന്നെ ഇതാ കണ്ടോ, അടുത്ത സുക്ക. പിന്നെ കാണുന്നില്ല, ഇത് ഓറഞ്ച് മരമാണ് കേട്ടോ. പക്ഷെ ഇത് മറ്റേ ചെറിയ നമ്മൾ സാധാ അവിടെ നാട്ടിൽ കഴിക്കുന്ന കണക്കുള്ള ഓറഞ്ച് തന്നെയാണ്. പക്ഷേ ഇതുവരെയും ഇതായിട്ടില്ല. എനിക്ക് തോന്നുന്നു ഡിസംബർ ലാസ്റ്റ് ആവുമെന്ന് തോന്നുന്നു കേട്ടോ. ഞാൻ ആവശ്യമുള്ളപ്പോൾ ഇവിടെ വന്നിങ്ങനെ എടുക്കുക, കഴിക്കുക. അങ്ങനെയാണ്. ഇത് നാരങ്ങയാണേ, നിൽക്കുന്ന നാരങ്ങയാണ്. ഇതാണ്ടേ, ഇത് കണ്ടോ, ഇത് മത്തങ്ങ നീളത്തിലുള്ളത്. താഴെ വീഴാതിരിക്കാൻ വേണ്ടി അവർ കവർ ചെയ്തിരിക്കുക. ഇത് കണ്ടോ, നല്ല രസമുണ്ടല്ലേ. ഈ ഓറഞ്ച് മരത്തിൽ ഇങ്ങനെ തൂങ്ങി കിടക്കുക. പിന്നെ ഇതോ ഇവിടെ ഉണ്ടോ. പിന്നെ ഇത് മുന്തിരിയാണേ, പക്ഷേ അതിൻ്റെ സീസൺ കഴിഞ്ഞു. ഇത് ഉവ ഫ്രാഗുള എന്ന് പറയും. ഇവിടെ നിന്ന് വീന ഉണ്ടാക്കി എടുക്കുന്നതാണ്. ഭയങ്കര പുളിപ്പാണ്, ഞാൻ കഴിക്കാറില്ല. ഇവിടെ ഒരു പൂച്ച കിടപ്പുണ്ട് കണ്ടോ. ഇത് അമ്മാമ്മയുടെ കസിൻ്റെ പച്ചക്കറി തോട്ടമാണ് കേട്ടോ. ഇപ്പം ഈ സീസണിൽ ഇപ്പോൾ തണുപ്പ് തുടങ്ങിയപ്പോൾ ഇലവർഗ്ഗങ്ങളൊക്കെയാണ് കൂടുതൽ കഴിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയുള്ളത്. അത് കാണുന്നുണ്ടോയെന്ന് അറിഞ്ഞൂടാ. അത് ഫിനോക്കി എന്ന് പറയും. അത് വെറുതെ നമ്മൾ കട്ട് ചെയ്ത് കഴിക്കും. പിന്നെ സലാഡ് ഉണ്ടാക്കി കഴിക്കും, അങ്ങനെയൊക്കെ. ഇതൊരു പച്ചക്കറിയാണ്. ഇത് ബ്രോക്കോളി എന്ന് പറയുന്നതാണെന്ന് തോന്നുന്നു. ഇത് പാസ്ത ഉണ്ടാക്കി കഴിക്കാറുണ്ട്. എനിക്ക് അമ്മമ്മയുടെ മകളാണ് അതിലുണ്ടാക്കിക്കൊണ്ട് വരണം. എനിക്കറിയില്ല അതിനെക്കുറിച്ച് കേട്ടോ. ഇത് ഓറഞ്ച്. ഇതൊക്കെ അമ്മാമ്മയുടെ മകൻ്റെ സ്ഥലങ്ങളാണ്. അതും ഒരു പച്ചക്കറി തന്നെയാണ്. ഇതൊക്കെ ഇൻസലാത്ത ഉണ്ടാക്കി എടുക്കുന്നതാണ് എന്നോട് പറഞ്ഞത്. ഈ കാണുന്ന വലിയ മരം നമ്മുടെ ചെറിയുടേതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഫെബ്രുവരി മാർച്ചൊക്കെ ആകുമ്പോഴേ ചെറി കിട്ടുള്ളൂ.
മുന്തിരിയൊക്കെ കണ്ടോ ഉണങ്ങി നിൽക്കുന്നേ. നമ്മളവിടെയൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും, എപ്പോൾ എടുത്തെന്ന് വെച്ചാൽ മതി, വേസ്റ്റ് ആക്കുമോ? നമ്മളെ മക്കൾ മതി ഈ ഓറഞ്ച് മരത്തിലൊക്കെ കയറി പൊട്ടിച്ച് കഴിക്കാൻ. നല്ല കാലാവസ്ഥയാണെങ്കിൽ അമ്മാമ്മേനെയും കൊണ്ട് ഇങ്ങോട്ട് നടക്കാൻ വരാറുണ്ട്. ഈ സുഖം കണ്ടില്ലേ, കമ്പിയുടെ അകത്തൂടെ വന്നതുകൊണ്ടേ അതിന് കൊള്ളില്ല. കാണുന്നത് ഞങ്ങളുടെ വീട്ടിനടുത്തുള്ള ചർച്ചാണ് കേട്ടോ. അതിൻ്റെ അടുത്ത്, ചർച്ചിനടുത്ത് ആ കാണുന്ന പാർക്കാണ്. വൈകുന്നേരമൊക്കെ ആകുമ്പോൾ പിള്ളേരൊക്കെ വന്നിരുന്ന് കളിക്കും. ഉണ്ടോ ഞാൻ ഭംഗി, നല്ല ഭംഗിയില്ലേ കാണാൻ ഇതൊക്കെ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇത്രയും വലിയ മത്തങ്ങ? ഓറഞ്ചിക്ക് താഴെ വീണ് കിടക്കുമെന്ന് അറിയാം. അമ്മാമ്മയ്ക്കിത് ഞാനിങ്ങനെ പിഴിഞ്ഞ് കൊടുക്കാറുണ്ട്. ഇനി അമ്മാമ്മ ഇത് കണ്ടു തുടങ്ങുമ്പോൾ ഇപ്പോൾ പറയാം എനിക്കിത് വേണം, ഇത് വേണമെന്ന്. ഈ കാണുന്നത് ഒരു ഇൻസലാത്ത, അതായത് സലാഡിലിടുന്ന ഒരു ഇലയാണ് കേട്ടോ. വെറുതെയും കഴിക്കാറുണ്ട് അവർ. ഞാനൊന്നും ടേസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഒരു പ്രാവശ്യം ഞാൻ കഴിച്ചിട്ടുണ്ട്. കണ്ടോ ഓറഞ്ചിക്ക് പിടിച്ച് നിൽക്കുന്നുണ്ടോ? നിറയെ പിടിച്ചിട്ടുണ്ട്. ആരും എടുക്കില്ലടാ, ഇതും ഇതാണ്. ഇങ്ങോട്ടൊന്നും ഞാൻ വരാറില്ല, വീഡിയോ എടുക്കാൻ വേണ്ടി വന്നെന്നുള്ളൂ. ഇത് ഈ ഉണങ്ങി നിൽക്കുന്നില്ലേ, ഉണങ്ങി നിൽക്കുന്നതൊക്കെ നമ്മളെ സൂര്യകാന്തി പൂവായിരുന്നു. ഈ പ്രാവശ്യം നല്ല വെയിലുണ്ടായതുകൊണ്ട് എല്ലാം കരിഞ്ഞ് നിൽക്കുക. കൂടുതൽ കിളികൾ വന്ന് കഴിച്ചിട്ട് പോവും, വെറുതെ അവർ നട്ട് വളർത്തുന്നേ ഉള്ളൂ. ഈ പൂവ് നിങ്ങൾ കണ്ടിട്ടുണ്ട്, ഇതിപ്പോൾ അതിൻ്റെ സീസൺ കഴിഞ്ഞു. ഇനി ഫെബ്രുവരി മാർച്ചൊക്കെ ആവും, എല്ലാം ഉണങ്ങി നിൽക്കുക. പിന്നെ ഇവിടെ നിറയെ റോസ ഉണ്ട് കേട്ടോ. ഇതെൻ്റെ വീട്ടിൽ അലോവേര. പിന്നെ ഞാൻ എൻ്റെ വീട്ടിലോട്ട് ഇങ്ങനെ പോവാം. പിന്നെ ഇതൊക്കെ തന്നെ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ കാണുന്നവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത്, ഷെയർ ചെയ്ത്, ലൈക്ക് ചെയ്ത്, അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.